ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോസ് ഞാൻ എടുക്കാത്ത കുറച്ച് ഡേയ്സ് ആയിപ്പോയി. ഇന്ന് ഞാനൊരു വ്ളോഗ് ആക്കാൻ വിചാരിച്ച്. ആൻഡ് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 5 o'clock ആയിട്ടുണ്ടാവും. ആൻഡ് ഈ വീഡിയോയിൽ എന്ത് കോണ്ടൻറ്റ് അങ്ങനത്തെ ഒന്നും എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് ഇന്നത്തെ ഒരു ഡേ ഇൻക്ലൂഡ് ആക്കാം. നൈറ്റുള്ളത് ഞാൻ ഇതിലെടുക്കാം. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഞാൻ അക്ഷനെ വെയിറ്റ് ആക്കുന്നുള്ളത് ഞാനിപ്പോൾ എൻ്റെ പേരിലുള്ളത് കുറച്ച് ഡേയ്സ് ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് അക്കുച്ചാൻ്റെ പേർക്ക് പോകുന്നു ഞാൻ. അപ്പോൾ എന്നെ പിക്കാക്കാൻ അക്കുച്ച പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അക്കുച്ച വന്നിട്ടായിട്ട് നേരെ അക്കുച്ചാൻ്റെ പേർക്ക് പോകണം. ആൻഡ് ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. എന്തെങ്കിലും തിന്നുന്നല്ലാത്ത വേറെന്തും ഇടെന്ത് പണിയില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തിന്നാം. പിന്നെ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് പോകാം. മഴ വരുന്നുണ്ട്, ചെറുങ്ങനെ മഴയെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് മഴ തന്നെ, കുറച്ച് ഡേയ്സ് ആയിട്ട് നല്ല മഴ. റോഡിൽ പോകുന്ന ആൾക്കാർ, ലോറി എന്തെല്ലോ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊട വെച്ചിന്. അതാരെ പണിയല്ല, അതെൻ്റെ ബാപ്പൻ്റെ പണി. കാറിൻ്റെ ഗ്ലാസ് നീത്തക്കാക്കാൻ കഴിയാത്തതിനുണ്ട് മഴ പെയ്യുമ്പോൾക്ക് ഉള്ളിലേക്ക് തണ്ണി പോകുന്നില്ലേ, എനിക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതെന്ത് ഇങ്ങനെ കാറിൽ കൊട എന്ത് കാറിൽ ആര് വെച്ചിണ്ട്? എന്ത് മോഡല് കൊടല്ല, ഡിഷാ? എന്ത് ഡിഷ്? ഡിഷ് എന്ത് കാറിൽ പോകുമ്പോ കോടിക്കൊണ്ട് പോകണ്ട? എന്തല്ലോ ആയപ്പോ ആ ഗ്ലാസ്സിനൊന്ന് നേരാക്കി അങ്ങ് പ്രോബ്ലം സോൾവ്ഡ്. ഇത് ഗ്ലാസ്സിനെ ശരിയാക്കാത്ത അതിലേക്ക് കൊടയല്ല കുത്തിരുന്ന് എടുക്കാം. ആൻഡ് ഈ അപ്പുറത്തെ ബിൽഡിംഗ് കാണുന്നില്ല, അതാണ് സ്കൂള്, എക്സ്പ്ലോറർ സ്കൂളൊക്കെ. ആൻഡ് പിന്നെന്ത് എന്താ ഇതെല്ലാം റോഡിലെല്ലാം പോകുന്നത് കാണും. ഇത് ബാപ്പൻ്റെ പിന്നെ ഒരു സുമോ. അങ്ങനെയാണ്. ഇനി നമ്മൾ മുസമ്പി ജ്യൂസ് ആക്കാം. ഓക്കെ, മുസമ്പി ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാം. ഇതാണ് എൻ്റെ ബ്രദർ, വൺ ആൻഡ് ഓൺലി ബ്രദർ സിനാൻ. ബിസി മാനോന് കോളേജിൽ നിന്ന് മെഡിക്കലിൽ നിന്ന് പരിക്ക് നൈറ്റ് എത്തുന്നു, വീട്ട് പിറ്റേന്ന് കോളേജ്. ഇതന്നെ അവൻ്റെ റുട്ടീൻ. ഓന് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിനെ, ഓന് കുളിച്ചിട്ടല്ല അങ്ങനെ യൂട്യൂബിൽ ഇടണ്ടെന്നില്ലേ. അങ്ങനെ സിനാൻ വീഡിയോസിലെന്തോ നിൽക്കുന്നില്ല. ഓന് ഇഷ്ടമില്ല സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വരാൻ. ഇഷ്ടമില്ല എന്നല്ല, മുന്നെല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ യൂസ് ആക്കുമ്പോൾ ഓൻ എന്താക്കുന്ന പറഞ്ഞാൽ പറയുന്ന എന്ത് ബാപ്പിൻ്റെ പോയിട്ട് ചെല്ലി കൊടുക്കുന്നു, ഓർ ഇൻസ്റ്റ യൂസ് ആക്കുന്നു, അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ചെല്ലിട്ട് കൊടുക്കുന്നു. ഇപ്പം എന്തായിരുന്നു, ഇപ്പോൾ ഓന് നേരെ ഉൾട്ടോ. ഓന് പൈസ ആക്കുന്നത് തന്നെ ഇൻസ്റ്റഗ്രാമിൽ എന്തോ പ്രൊമോഷൻ വർക്ക് അങ്ങനത്തെല്ലാം കുറേ പൈസ ആക്കും. റിച്ച് മാൻ +2 പഠിക്കുന്നത്. ഇപ്പോൾ അവന് കുറച്ച് പൈസ എല്ലാം ആക്കിയിട്ട് നല്ല ഫാമിലിക്ക് നല്ല സപ്പോർട്ടെല്ലാം ആക്കും. നല്ല ചെക്കൻ പാപ്പ. ഞങ്ങൾക്ക് തരും കുറച്ച് പൈസ അങ്ങനെ ചെല്ലിയ പാപ്പ ഇങ്ങനെ ആക്കുന്നു. 40,000 ഉറുപ്പിക ആക്കുന്നു. കളവല്ല, നല്ല പൈസ ആക്കണം. മാഷാഅല്ലാഹ്. ചെറിയ ഏജ് ഇങ്ങനെ ജോബ് ആക്കണ്ട, ഇങ്ങനെ പൈസ ആക്കണ്ട അങ്ങനെ ഒന്നും ചെല്ലിട്ട് ബാപ്പൊന്നും തിരുത്തല. കഴിഞ്ഞ ഇപ്പം ചെറിയ വയസ്സിൽ തന്നെ പൈസ ആക്കി തുടങ്ങാം. അങ്ങനെ പിന്നെ അവന് ചെറിയ ഇരിക്കുമ്പോഴേ ഒരു എത്രയില് അവന് പറയുന്നു വന്നിട്ട് ചെറുതപ്പോൾ ഓനെ അടുക്ക് വയ്ക്കാൻ പോയിട്ട് പൈസ ആയിക്കോണേ ചെറുതിൽ. അപ്പം മാത്രം ഞങ്ങൾക്ക് കുറച്ച് പേരേക്കാണ് ചെറുതിൽ പൈസ ആക്കുന്ന ഭയങ്കര ഇത്. അപ്പോൾ വെറുതാകുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് എല്ലാം പോയിട്ട് പൈസ ആക്കുന്ന ഒരു ഇതെല്ലാം പോവും. ബട്ട് പൈസ ആക്കുന്ന ഇതൊന്നും പോയിട്ട് ഇപ്പോൾ അവന് ചെറിയ സാലറിൻ്റെ ഇതൊന്നും എനിക്ക് കാണി കുടിക്കുന്നില്ല. അവനെ ഇപ്പോൾ കോളേജ് അയച്ച് വന്നിട്ട് ഫാർമസിയിൽ നിൽപ്പിക്കുന്നു, ഫാർമസിൻ്റെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്നെ തമസാക്കുന്നു. ഇപ്പോൾ ഈ ചെറിയ സാലറിക്കാണ് ഇവിടെ ഇങ്ങനെ പണിയെടുക്കും, ഞാൻ ഇങ്ങനത്തെ പോവല്ലാന്നും. എനിക്ക് നല്ല കുറച്ച് ഏറെ പൈസ വേണം. ചെറിയ സാലറി എല്ലാം എനിക്കാവല്ല. അങ്ങനെയാണ്. അടുത്തത് വരുമ്പോഴേക്ക് തന്നെ ബാപ്പ ഫീസ് കെട്ടാൻ ചെടി നിന്നിട്ട് വരുന്നു. ഓളെ ഫീസ് കെട്ടിട്ട് ബാപ്പ ഒരുമാതിരി ബർബാതായിരുന്നു ഇടും. ഇനി പൈസ ഒന്നില്ല ഫീസ് കെട്ടാൻ. ബാപ്പ കൂട്ടിയതല്ലേ.
ഒരുത്തിയുടെ മുസ്തമ്പി എല്ലാം മുറിച്ചിട്ട് വെച്ചിന് ജ്യൂസാക്കാൻ. ജ്യൂസാക്കിയിട്ട് തരുന്ന കാണണേ ഇല്ല. എന്ത് ജ്യൂസാക്കാ? ഞാൻ തിന്നങ്ങ് ജ്യൂസാക്കണം. ഞാൻ ഇങ്ങനെ മുണ്ടിട്ട് ഇങ്ങനെ തിന്നിട്ട് തിന്നത്. അതിനപ്പം ജ്യൂസ് കുറച്ച് ബൈ പിടിക്കാം. മുസമ്പി ജ്യൂസ് റെഡിയായി. ഓക്കെ, എന്താ ഇവിടെ ഒരു ഇത് കാണുന്നു, ചെറിയൊരു പോട്ട്, ഒരു ഫിഷ് ഇട്ടിട്ട് വെച്ചിന് അതിൻ്റെ ഉള്ളിൽ. ചെറിയൊരു പോട്ട്, ഇതൊരു ഗ്ലാസ് പോട്ട് ഇടാൻ കണ്ടിട്ടാകുമ്പോൾ അനിയത്തി പുറത്തുണ്ട് കുറേ ഫിഷ്. ഇത് കപ്പി. അപ്പോൾ കുറേ ഉള്ളതിന് ഓൾ കുറച്ച് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് വെച്ച്. പിന്നെ ഇത് എൻ്റെ എന്തോ ഇല്ലേ സേവ് ദ ഡേറ്റ് ആക്കുന്നതിൻ്റെ ക്രാഫ്റ്റ്സ് ഐറ്റംസിൻ്റെ എന്തോ ഫ്ലവർ. ഇത് ബാപ്പൻ്റെ പണി. അതിനെടുത്തിട്ട് ഈ തണ്ണിൻ്റെ ഉള്ളിലിട്ട് വെച്ച്. ഇതാണ് എൻ്റെ പരിക്കാറാവസ്ഥ. ഇങ്ങനത്തെ കുറേ ഉണ്ട് ഇവിടെ ബാക്ക് സൈഡ് ഫിഷ്. ഇത് കുറച്ചൊരു 8th എന്തോ 9th എന്തോ അങ്ങനെ എത്രയോ ക്ലാസ്സിലിരിക്കുമ്പോൾ കനിയന് ഒരു ടൈം ഫിഷ് ഇതെടുത്തിട്ട് ഇതിനെ പോയിട്ട് ഇതിനെ വിറ്റോണ്ട് അഞ്ഞോന്. അതിലങ്ങനെ കുറച്ച് പൈസ എല്ലാം ആക്കണോന്. എന്നിട്ട് ഇപ്പം അതില്ല. ഇപ്പം അത് അവിടെ ബാക്ക് സൈഡിൽ ആ തണ്ണിയിൽ ഫുള്ള് കച്ചറ വില ആയിട്ടുണ്ട്. അതിന് കുറച്ച് കൊണ്ടിട്ട് ഓൾ കിട്ടീന്. എന്നിട്ട് കുറച്ച് അക്കുച്ചാൻ്റെ പരിക്ക് കൊണ്ടുപോയി. അതാടെ അക്കുച്ച ബക്കറ്റിലിട്ട് വെച്ചിന്. അതും കാണിക്കാം ഞാനൊക്കെ അടുക്കെത്തിട്ടാകുമ്പോൾ. അപ്പോൾ ഇനി ഞമ്മ ജ്യൂസ് കുടിക്കാം. എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്, എൻ്റെ ഇത് പുതിയ ലിപ്സ്റ്റിക്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ അക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ അക്ഷക്ക് നമുക്ക് ജ്യൂസ് കൊടുക്കാം. ജ്യൂസല്ല, പൊണ്ടം. അപ്പോൾ ഇവിടെ അക്ഷക്ക് പൊണ്ടം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ടാക്കിയിട്ട് കൊടുക്കാം. അങ്ങനെയാണ്. പിന്നെ ഇത് എനിക്കിഷ്ടമില്ലാത്ത ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ട്. ഇത് മറ്റെന്ത് അഹാന കൃഷ്ണ ഓളപ്പല്ലി. ഇതെന്തിപ്പോൾ എന്ത് ചെന്നോള് സ്വർഗത്തുനിന്ന് വന്ന പഴം എന്നെല്ലാം ഓളത്. ഈ പഴം ഒരു ദിവസം ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഇത് കട്ടാക്കിയിട്ടായിട്ട് കാണാം. ഓക്കെ, അങ്ങനെ അക്കുച്ച വന്നിട്ടുണ്ടെങ്കിൽ അക്കുച്ചക്ക് പൊണ്ടം ജ്യൂസ് കൊടുക്കാം. അതൊക്കെ ചാക്ക് കുടിക്കാൻ ഗപ്പി ജ്യൂസ് എന്നാ പൊണ്ടൻ ജ്യൂസ്. കുറച്ചപ്പുറം ഞാൻ ഇരിക്കട്ടെ. അക്കുച്ചാന്റെ കേൾ മുടിയ പണ്ടത്തെ സ്റ്റൈലല്ലേ നിങ്ങളത്? അക്കുച്ചാന്റെ പണ്ടത്തെ സ്റ്റൈൽ എനിക്ക് ഇഷ്ടേ അല്ല. എന്തോ ഇത് വലുണ്ട്. അങ്ങനെ എനിക്കിഷ്ടമല്ല. ഞങ്ങളെ മാരേജ് ടൈം അക്കുച്ചുണ്ടായി, അതെനിക്ക് ഇഷ്ടം. അങ്ങനെ ഇഷ്ടം. ഹെയർ കുറച്ച് ഈ സൈഡെല്ലാം ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ട് എന്താ അങ്ങനെ അക്കുച്ചാക്ക് പൊണ്ടൻ ജ്യൂസ് പിന്നെ കുറേ ഫ്രൂട്ട്സ് എല്ലാം കൊടുത്തിന് തിന്നാൻ. പിന്നെ എന്തത് കോഫി ബിസ്ക്കറ്റ് എല്ലാം വെച്ച് അതെല്ലാം തിന്നിട്ട് ഞങ്ങൾ അക്കുച്ചാൻ്റെ പരിക്ക് പോന്നതാണ്. അങ്ങനെ ഞാൻ വന്നിട്ട് 15 സന്തോഷത്തിൽ വന്നത് പോയത് അതെല്ലാം ഇറങ്ങാനല്ലേ. ഇപ്പൊ എന്തായി എനിക്കിപ്പോ എന്തായി? എനിക്കങ്ങനെ എന്തില്ല, എനിക്കങ്ങനെ എന്തില്ല. മതി ഉള്ളിലേക്ക് വരുമ്പോ നീ പറഞ്ഞ ഇന്ന് പോണോ പോയില്ല നാളെ പോയെങ്കിൽ നിങ്ങ തമസാക്കണ്ട വേണ്ട. കളു ഇല്ല. എല്ലാ പെണ്ണുപിള്ളേരും തുള്ളിച്ചാടിക്കൊണ്ട് പോകും. വിട്ടോണ്ട് വരുമ്പോ ഇത് എന്താ പറയാ, ഞങ്ങളെ കേസിൽ എന്താ പറയാ, എനിക്ക് രണ്ടടുത്ത് ഒരേ പോലെ. അക്കുച്ചക്കന്റെ പേർക്ക് വരുന്നേലും ബേജാറിൽ കഴിഞ്ഞില്ല. എന്നോട് എന്നാ നീ ബാ ഞമ്മ പോയി ഇല്ലേ അങ്ങനെ ചെന്നാവോ. ഇതാക്കുച്ച ഫ്രൂട്ട്സ് എല്ലാം തിന്നേ. ബാപ്പ കുച്ചാക്ക് ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കുന്നു. കുറച്ച് തടിച്ചിട്ട് കുറച്ച് ചേലാട്ട് മരിച്ച് ഹെൽത്തി ഫ്രൂട്ട്സ്. ഞങ്ങൾ പോയിട്ടില്ല ഇങ്ങനെ ഹെൽത്തി ഫുഡ് മാത്രം, ഇങ്ങനത്തെ ഹെൽത്തി മാത്രം തിന്നാ. ഞങ്ങൾ ഇവിടെ പോയിട്ടില്ലല്ല. അങ്ങനെ ഇതാണ് അഹാന കൃഷ്ണന്റെ എന്ത് സ്വർഗത്തുനിന്ന് വന്ന പഴം വെറുതെ. അതറിയില്ല അച്ചാക്ക്? അതെല്ലാം
ഇതിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ വ്ളോഗ് ഒന്നും നോക്കലില്ല. നീ ഡെയിലി 1 GB എക്സ്ട്രാ റീചാർജ് ആക്കാൻ നീ കണ്ട വ്ളോഗ് എല്ലാം നോക്കിയിട്ട് ഇത് കൊറേ റീൽസിൽ ഇങ്ങനല്ലോ നിനക്ക് നിന്റെ തന്നെ വ്ളോഗ് ഒരു 10 തൊട്ട് നോക്കിക്കൂടെ. അപ്പൊ 10 വ്യൂസ് അധികാന്നില്ലേ നിന്റെ എന്ത് എന്റെ വ്ളോഗ് തന്നെ വ്ളോഗ് നിന്റെ വ്ളോഗ് 10 നീ വേറെ ആൾ നോക്കുന്നു നിന്റെ ഇനി ഞാൻ എന്റെ തന്നെ നോക്കിട്ട് 10 ആക്കണം, 10 വ്യൂസ് ആക്കണം. അങ്ങനെയാണോ? നിനക്കറിയുന്നത് നീ പറ. അങ്ങനെ ഒരാള് ഞാൻ ക്വസ്റ്റ്യൻ ഇത് ഒരാള് നീ എത്ര പ്രാവശ്യം നീ 10 പ്രാവശ്യം നോക്കി നിന്റെ വ്ളോഗ് കണ്ടിന്യൂ ആണെങ്കിൽ എത്ര വ്യൂ കിട്ടും? ഞാനെന്നെ നോക്കിയും കിട്ടല. ഉറപ്പാ? കിട്ടിയെങ്കില് കിട്ടല. അപ്പൊ നീ ഓരോട് ചെല്ലെങ്കിൽ എത്ര വ്യൂസ് കിട്ടും? അങ്ങനെ കിട്ടല. അങ്ങനെ കിട്ടുന്നെങ്കിൽ പിന്നെ സ്വന്തം മോർണിംഗ് നൈറ്റ് ഓൾ ഇത് നോക്കിയില്ലേ 10 കുറി അധികം നോക്കാല്ലോ. അധികം നോക്കാം. യൂട്യൂബിനോട് ചോദിക്കല്ലേ നീ അന്ന് പോലീസിനാന്ന് വെച്ചാൽ യൂട്യൂബിനോട് ചോദിക്കുന്നേ തമാസാക്കാനാ വന്നിന്ത് നല്ല പിക്സത്തിൽ വന്നപ്പോ എന്തെങ്കിലും ചോദിക്കുമ്പോ ഒന്നും ചോദിക്കില്ല. ഞാൻ ഇന്ന് പോകുമ്പോ സൂപ്പെല്ലാം കുടിച്ചിട്ട് പോകുന്നത്. അതിനാണ് ഞാൻ നൈറ്റ് വരാല്ലേ സൂപ്പ് കുടിക്കാൻ. അവിടെ പകല് പോയെങ്കിൽ ആ സൂപ്പിന്റെ വീട് തുറക്കുന്നില്ല അയാള്. സൂപ്പിന്റെ വീട് അവിടെ ഞാൻ ബയ്യച്ചല്ല ആ സൂപ്പിന്റെ ആയിരുന്നു. അങ്ങനെ ഞാനും അക്കുച്ചയും പോകുകയാണ് ഗൈസ്. അക്കുച്ചാന്റെ പരക്ക് പോകുന്നതാണ്. അങ്ങനെ എന്റെ സാധനങ്ങളെല്ലാം ഇതാണ് ഞങ്ങളെ പരത്തെ പൂച്ച. ഓക്കെ 2 പൂച്ച ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ. മിസ്റ്റർ എന്റെ ലിപ്സ്റ്റിക് ഇത് ഐഷയുടെ പാലറ്റ് എല്ലാം ഓർഡർ ആക്ക്, പൈസ ഗൂഗിൾ പേ ആക്ക. പിന്നെ ജസീറ ഞാൻ ചില പണിയെല്ലാം വെക്കണം ആക്കിട്ട് ഓക്കലാമ്മ. അപ്പൊ എല്ലാവർക്കും ജസീല എപ്പോ എന്റെ എല്ലാ പണിയെടുക്കുന്നത് ജസീല ഈ പേരില് അതറിയാം. ഒക്കെ ഒരു പണിയെടുത്ത് തരുന്നില്ല അവൾക്ക്. അപ്പൊ അങ്ങനെ ഞാൻ പോന്നതാണ്. ഇങ്ങനെ ഞാനൊക്കെ ചെയ്യും. ട്രാഫിക്കില് കുലുങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാ ഞാൻ ഇങ്ങനെ കുലുങ്ങുന്ന ഫോണ് കാണുമ്പോ ഇങ്ങനെ അറിയാം കുലുങ്ങുന്നു. അത് കുലുങ്ങുന്നതാണ് ഞാൻ ചെല്ലിയത്. ഇപ്പല്ലേ സ്റ്റോപ്പാക്കി ഇപ്പൊ മെല്ലെ മെല്ലെ മൂവാകുമ്പോ ഇങ്ങനെ കുലുങ്ങിയത്. ഈ കളുവന്ന അത് ആരും വിശ്വസിക്കാണ്ടാവാ. ഇത് കറുത്തിട്ട് ഞങ്ങള് കാണുന്നേ. നിങ്ങളെ അടുത്തത് ലൈറ്റ് അടിക്കണം. അതിനോട് അതിന് ഞങ്ങൾ ഉപ്പലത്തെത്തിയിരിക്കുന്നു. എന്തത് ഇത് ഫുള്ള് മെൻസ് സെക്ഷൻ ഷോപ്പ് ഫുള്ള് ഇതുള്ളത്. ഈ അങ്ങനെ ഞാനിപ്പോ വന്നിട്ട് സൂപ്പ് കുടിക്കുന്ന സ്ഥലത്തൊക്കെ എത്തി. എന്റെ ഫേവറേറ്റ് സൂപ്പ് മട്ടൻ സൂപ്പ്, മട്ടന്റെ കാലിന്റെ സൂപ്പ്. സൂപ്പ് ഇല്ലേ സൂപ്പ് മട്ടൻ സൂപ്പ് ഇങ്ങനെ എടുത്തിട്ട് ചെല്ലുമ്പോ എപ്പോഴും കളയാക്കലുണ്ട്. സൂപ്പ് കൊറേ തരം സൂപ്പ് ഉണ്ടാകും. വെജ് സൂപ്പ്, ചിക്കൻ സൂപ്പ്, മട്ടൻ ഇറച്ചില് തലന്റെ ബോണില് എന്തെല്ലാം സൂപ്പാക്കുന്ന അറിഞ്ഞാ അങ്ങനെല്ലാം ഉണ്ട് കൊറേ തരം. പണിക്കൽ അത് എന്റെ പരില് പണ്ട് ഇങ്ങനെ കൊണ്ടിട്ട് ആക്കും ഉപ്പുപ്പാലിരിക്കുമ്പോ തന്നെ. അങ്ങനെ അപ്പൊ അതിനോണ്ട് എനിക്കറിയുന്ന ഇറച്ചിന്റെ പീസ് ഇട്ടിട്ടെല്ലാം ഒരു സൂപ്പ് പോലത്തെ സംഭവം തലേന്റെ മുള്ളിട്ടിട്ട് ആക്കുന്ന അങ്ങനെ എന്നിട്ട് അതാണൊക്കെ. അപ്പോൾ ഞാൻ ഈ തട്ടുകടൻ്റെ അടുക്കെത്തി. ഞാൻ തട്ടുകട നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണിക്കുന്നതിൻ്റെ മുന്നേ എന്നോട് ഞാൻ ലാസ്റ്റ് വ്ളോഗ് ഇട്ടിട്ടാകുമ്പോൾ കേട്ടിന് ഇതാ ആ പ്ലേസ് യാർഡ് വരുന്നല്ലോ. അപ്പോൾ ഇത് ഈ പ്ലേസ് യാർഡ് വരുന്ന സൂപ്പ് നല്ലുണ്ട്. ഈ പ്ലേസ് വരുന്നത് കാസർഗോഡ് ഉപ്പള വരുന്ന റൂട്ട് മീൻസ് ബന്ദിയോട് കഴിഞ്ഞിട്ട് ഉപ്പളത്തേക്ക് എത്തുന്നതിന് മുമ്പ് പഞ്ചായത്ത് ഉണ്ട്, മംഗൽപാടി പഞ്ചായത്ത്. ആ പഞ്ചായത്തിന്റെ കുറച്ച് ഫ്രണ്ടില് ലെഫ്റ്റ് സൈഡ് മെക്സിക്കൻ റെസ്റ്റോറന്റ് കഴിഞ്ഞിട്ട് കുറച്ച് ലെഫ്റ്റില് മെക്സിക്കൻ റെസ്റ്റോറന്റ് കഴിഞ്ഞിട്ട് അതിന്റെ കുറച്ച് ഫ്രണ്ടിലാണ് ഈ തട്ടുകട വരുന്നത്. കാസർഗോഡ് ടു മാംഗ്ലൂർ ഹൈവേ ഉണ്ടല്ലേ അതില്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണ് ഈ സംഭവം ചെയ്തത്. സൂപ്പിന്റെ അവിടെ പോയിട്ട് ഞങ്ങക്ക് ഫ്രീക്ക് സൂപ്പ് താ, ഞാൻ നിങ്ങളെ പ്രൊമോട്ട് ആക്കാന്നില്ലെങ്കിൽ അയാൾ തച്ചിട്ട് ബൈക്ക് തന്നെ അക്ക് 2 സൂപ്പ് ഇങ്ങനെ അക്ക പോകുന്നുണ്ട്. അത് ആ കാണുന്നതാണ് തട്ടുകട. അങ്ങനെ ഞങ്ങളുടെ സൂപ്പ് ഇതാ വന്നു. നല്ല ചൂട് സൂപ്പ്
അക്കുച്ച പിടിച്ചിട്ടുണ്ട്. നസിരി എന്ത് ഫുഡിന്റെ വ്ലോഗ് ഫുഡിന്റെ പ്രൊമോഷൻ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് ഞാനിപ്പോ അല്ല നീ എങ്ങനെ പറയാൻ പറഞ്ഞു എന്റെ അടുത്ത് ഫുഡിന്റെ പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങിയതിന്. അപ്പൊ ഏവർക്കും സമീപിക്കാം ഫുഡിന്റെ പ്രൊമോഷൻ. പ്രൊമോഷൻ സൂപ്പിന്റെ അയാൾക്ക് ഞാൻ പ്രൊമോഷൻ എന്തെങ്കിലും ഉറപ്പായിട്ട് ആക്കട്ടെ. അത്ര അയാള് തട്ടുകൊടന്റെ ആളെ പറഞ്ഞിട്ട് പൈക്കും അങ്ങനെയാണ്. അപ്പൊ ഞാൻ സൂപ്പ് കുടിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കുച്ചാൻ്റെ എത്തി. എന്താ കുച്ചാ ബിയം കൊടുക്കാത്ത പൊട്ടിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഞാനിപ്പോ അക്കുച്ചാൻ്റെ പൊരിക്കലെത്തി ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഉറങ്ങാൻ പോയി. അപ്പം ഞങ്ങളും ഉറങ്ങാൻ പോന്നൊക്കെ. ബൈ.